തള്ളുകൾ നടത്താൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ എന്നതാണ് വസ്തുത. വെറുതെ പറയുന്നതല്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം വലിയൊരു തള്ളു തള്ളി. അതായത് സഹകരണ ബാങ്കുകൾ, സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ അതുപോലെ സഹകരണ മേഖലയിലുള്ള ബാങ്കുകൾ, ആ ബാങ്കുകൾ ഒരിക്കലും ഒരാളുടെ വീട് ജപ്തി ചെയ്യരുത്. ആ വീട് ഒഴിവാക്കി വേണമെങ്കിൽ ജപ്തി ചെയ്തു, ഒരാൾ കിടപ്പാടം ഇല്ലാതാക്കരുത്. ഇനി അത്തരത്തിലൊരു സംവിധാനം ഇല്ല, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകരുത്, ഒരു ജപ്തി ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാകരുത് എന്ന് നിർദ്ദേശം കൊടുത്തു, കർശനമായ നിർദ്ദേശം കൊടുത്തു എന്നൊരു തള്ളുന്നത് കണ്ടു. സംസ്ഥാനത്ത് ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്യുന്നതിനെതിരെ വലിയ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നതാണ്. ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കണം എന്നതാണ് പൊതുവെ നാം സ്വീകരിച്ച നിലപാട്. അതിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന കാര്യം, വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല. അത് അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെ ഉള്ള ആൾക്കാർക്ക് അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ആ നില സഹകരണ മേഖലയാകെ സ്വീകരിച്ച് പോകണമെന്ന് നേരത്തെ കണ്ടതാണ്. അത് കർശനമായി പാലിക്കാൻ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം പൊതുവെ കൊടുക്കുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം പറഞ്ഞുതരാം. ഈ 6-ാം തീയതി, അതായത് മട്ടാഞ്ചേരി സാർവജനിക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ബാങ്കല്ല എന്നും ഒരു സഹകരണ ബാങ്കാണ് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. പള്ളുരുത്തി പോലീസ് സ്റ്റേഷന് സമീപം രമാരാമൻ എന്ന ഒരു വൃദ്ധ ദമ്പതികൾ, അവർ രണ്ടുപേരും താമസിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവർ 6 ലക്ഷം രൂപ ലോൺ എടുത്തു. കോവിഡിന് തൊട്ട് മുമ്പെടുത്ത ആ ലോണിന് ശേഷം കോവിഡ് ബാധിച്ചു. നമുക്കറിയാം, ഏറ്റവും അധികം സാമ്പത്തിക പ്രതിസന്ധിയും വലിയ ദുരിതവും ഉണ്ടായ ഒരു കാലമാണ് കോവിഡ് എന്ന് പറയുന്നത്. ആ കോവിഡിൽ പരമാവധി ഒരു മൊറട്ടോറിയം കൊടുത്തു എന്നല്ലാതെ, അതിന്റെ പേരിൽ കൊള്ളപ്പണം ബാങ്കുകൾ ഈടാക്കി എന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള ഇളവുകളും ബാങ്കുകളോ സർക്കാരോ കൊടുത്തിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. കുറെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ കോവിഡിന്റെ സമയത്ത് അതിനുശേഷവും ഈ ദമ്പതികളിൽ അതിലെ ഭർത്താവിന് അസുഖബാധിതനാകുകയും അതുപോലെ അവർക്കും അസുഖബാധിതനായി, ചുരുക്കം പറഞ്ഞാൽ തിരിച്ചടവ് മുടങ്ങി. 6 ലക്ഷം രൂപ ലോൺ എടുത്ത അവർ കഴിഞ്ഞ മാസം വരെ 7.25 ലക്ഷം രൂപ തിരിച്ചടച്ചു. ഇത്രയൊക്കെ പ്രതിസന്ധിക്കിടയിലും, അതായത് 6 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് 7.25 ലക്ഷം രൂപ തിരിച്ചടച്ചതിലും ജപ്തി എന്ന് പറഞ്ഞു വന്നതിന്റെ പിന്നാലെ വീണ്ടും 1 ലക്ഷം കൂടി അടച്ചു. ഇതുവരെ ഈ കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി വരെ നോക്കുമ്പോൾ 8.25 ലക്ഷം രൂപ അവർ തിരിച്ചടച്ചിട്ടുണ്ട്. 6 ലക്ഷത്തിന് ഇനിയും 6 ലക്ഷം രൂപ കൂടി അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. ഈ ഫെബ്രുവരി 6-ാം തീയതി 1 ലക്ഷം രൂപ കൂടി അടച്ചിട്ട് 1 മാസം സമയം തരണം. ആ 1 മാസം കൊണ്ട് പണം എവിടെന്നെങ്കിലും തിരിമറി ചെയ്ത് എന്തെങ്കിലും ചെയ്ത് അടയ്ക്കാമെന്ന് പറഞ്ഞപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും ജപ്തി ഇൻഡാസും കൊണ്ട് വീണ്ടും വന്നു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനെ തുടർന്നാണ്, മനസ്സിലാക്കണം. എന്നിട്ട് ഇപ്പോ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും ജപ്തി ഭീഷണി. അതായത് തിരിച്ചടയ്ക്കുമെന്ന് ഉറപ്പുള്ളവനെ മാനസികമായി ഏതൊക്കെ തലയിൽ ഹരാസ് ചെയ്യാൻ പറ്റൂ ആ രീതിയിലൊക്കെ ഹരാസ് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടിക്കുക. 6 ലക്ഷം രൂപ ലോൺ എടുത്തവൻ 8.25 ലക്ഷം രൂപ തിരിച്ചടച്ചു. ഇനിയും 6 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് പറയുന്നത്. ആ 6 ലക്ഷം തിരിച്ചടയ്ക്കുന്നതിൽ 3 ലക്ഷം രൂപ ഇപ്പോൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തുറന്നു തരാമെന്നാണ് ബാങ്ക് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സഹകരണ മേഖലയിൽ ഇത്തരത്തിലുള്ള ദുരിതം അനുഭവിക്കുന്നവർക്ക് മുഖ്യമന്ത്രി കുറെ തള്ളിയായിരുന്നല്ലോ. അവർക്ക് ഇത്ര ശതമാനം സർക്കാർ വഹിക്കാം, ഇത്ര ശതമാനം ഇത് നയിക്കാം, ജപ്തി നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ചേന എന്ന് പറഞ്ഞിട്ട് 1 വർഷം മുമ്പേ കുറച്ച് കണക്കുകൾ പറഞ്ഞു. ഇപ്പൊ സഹകരണ മേഖലയിലെ കുറച്ച് കണക്കുകൾ പറഞ്ഞു, ജപ്തിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് തന്നിരുന്നു കഴിഞ്ഞ ദിവസം അവർ. ആ കത്തിന് നിങ്ങൾ ഇതുവരെ മറുപടി കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ഓഫീസിലേക്ക് അത് കിട്ടിയതായിട്ട് വല്ല അറിയോ? ഞാനൊന്ന് വായിച്ചു തരാം പ്രിയപ്പെട്ട പിണറായി, നിങ്ങൾ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. രാമാരാമൻ, വൈഫ് ഓഫ് രാമൻ, ഹൗസ് നമ്പർ 12/654, കിഴക്കേത്തലയ്ക്കൽ ഹൗസ്, പള്ളുരുത്തി PO, കൊച്ചി. ഇതാണ് അവരുടെ മേൽവിലാസം. നോക്കൂ, എന്റെ വീട് സഹകരണ ബാങ്ക് ജപ്തി ചെയ്തു, സീൽ ചെയ്ത് സംബന്ധിച്ച് സാർ, ഞാനും എന്റെ ഭർത്താവും കൊച്ചി പള്ളുരുത്തി നടഭാഗത്ത് വെറും 4 സെന്റ് സ്ഥലത്ത് ഒരു വീട് വെച്ച് അവിടെയാണ് വർഷങ്ങളായി താമസിച്ചു വരുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും 60 വയസ്സിനടുത്ത് പ്രായമുണ്ട്. ഞാനൊരു തയ്യൽ തൊഴിലാളിയും ഭർത്താവ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ചെറിയൊരു ജോലിയും ചെയ്തു വരുന്നു. ഞങ്ങൾക്ക് ഒരു മകൾ മാത്രമാണ് ഉള്ളത്. അവൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലാണ് താമസം. ഞാനും ഭർത്താവും മാത്രമാണ് ഈ വീട്ടിൽ താമസം. ഞങ്ങൾ താമസിക്കുന്ന വീടും സ്ഥലവും ഈടുവെച്ച് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി സാർവജനിക് സഹകരണ ബാങ്ക് ലിമിറ്റഡ് നമ്പർ 3284 നിന്നും ലോൺ എടുത്ത വകയിൽ 6 ലക്ഷം രൂപ കുടിശ്ശിക ഉണ്ടെന്ന് കാണിച്ച് നോട്ടീസ് തന്നിരുന്നു. ശേഷം കഴിഞ്ഞ മാസം 1 ലക്ഷം രൂപ ഞാൻ തിരിച്ചടച്ചിരുന്നു. ബാക്കി കുടിശ്ശിക അടയ്ക്കാൻ 1 മാസം സമയവും പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി ഈ ബാങ്ക് അധികൃതർ വന്ന് ഞാനും ഭർത്താവും വീട്ടിലില്ലായിരുന്ന സമയത്ത് വീട് ജപ്തി ചെയ്ത് സീൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ വളരെയധികം സങ്കീർണമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. രാത്രിയിൽ എവിടെ അന്തി ഉറങ്ങണമെന്ന് പോലും അറിയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട്
ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ കയറി അന്തി ഉറങ്ങാനുള്ള ഒരു അവസരമെങ്കിലും ഉടനെ സാധിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. കൊച്ചി പള്ളുരുത്തി പോലീസ് സ്റ്റേഷന് 20 മീറ്റർ ദൂരത്തിലാണ് ഞങ്ങളുടെ വീട്. ജപ്തി ചെയ്തിരിക്കുന്ന ബാങ്ക് ദി മട്ടാഞ്ചേരി സാർവജനിക് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് നമ്പർ 3284. സാറിന്റെ ഇടപെടലിലൂടെ ഉടൻ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വസ്തയോടെ രമാരാമൻ. എവിടെ നീതി കിട്ടുമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ ബാങ്ക് ഇത് നടത്തൂലല്ലോ. ഈ പ്രഖ്യാപനം മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുമ്പോഴും അല്ലാതെ പത്രമാധ്യമങ്ങളെടുത്ത് തള്ളിവിടുമ്പോഴും ഒക്കെ ഇത് പലരും പറഞ്ഞിരുന്നു. ഇത് വെറും തള്ളു മാത്രമാണ്. പിണറായി അങ്ങനെ പലതും പറയും, നടപ്പിലാക്കാനുള്ളതല്ല എന്ന്. ജപ്തി ഒഴിവാകുന്നു, സാധാരണക്കാരന്റെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അത് ഇനി മാറണം. അതിൽ ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ആ ജപ്തി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് തവണകളായി അടയ്ക്കാനും അതിലൊരു ഭാഗം സർക്കാരിൽ നിന്ന് തന്നെ അടയ്ക്കാനും അങ്ങനെ അവരുടെ ബാധ്യത ഒന്ന് ഒഴിവാക്കി കൊടുക്കാനും അവരുടെ സമാധാനപൂർവമായ ജീവിതത്തിന് ആശ്വാസം പകരാനും ഒക്കെ സർക്കാർ മുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഏതാണ്ട് 1.5 വർഷം മുമ്പാണ്. അതിനെക്കുറിച്ച് ഒരു അനക്കമില്ല. അതിനിടയിലാണ് ആ ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ഈ ഒരു തള്ളിയത്. സഹകരണ മേഖലയിലുള്ള ഒരു ബാങ്കുകളും ഇത്തരത്തിൽ അവർ താമസിക്കുന്ന നിരാലംബരായ ആൾക്കാരുടെ വീട് ജപ്തി ചെയ്യരുത്, ആ വീട് അവർക്ക് താമസത്തിനായി കൊടുക്കണം, അതിലൊരു കാരണവശാലും കൈ വെക്കരുത് എന്ന് നിർദ്ദേശം കൊടുത്തു, ശക്തമായ നിർദ്ദേശം കൊടുത്തു, വ്യക്തമായി പറഞ്ഞു കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ഈ നാട്ടിലെ മുഖ്യമന്ത്രി തന്നെയാണോ? നിങ്ങളുടെ വാക്കിനും പഴഞ്ചാക്കിനും യാതൊരു വിലയുമില്ലെന്നാണോ പറയുന്നത്? നിങ്ങൾ നോക്കൂ, മട്ടാഞ്ചേരി സാർവജനിക് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഞാൻ ഈ പറഞ്ഞ ആ അക്കൗണ്ട് ഇന്ന് എന്താണ് അതിന്റെ ലൈവ് സ്റ്റാറ്റസ് നോക്കൂ. ഞാൻ വീഡിയോ ചെയ്യുന്നത് 7-ാം തീയതി വൈകുന്നേരം 4:45 ഈ സമയം വരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ വാക്കിൽ, നിങ്ങളുടെ വാക്കിൽ ഒരു അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, ഈ മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു അല്പമെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ബാങ്കിൽ വിളിക്കണം. അവര് 6 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് 8.25 ലക്ഷം രൂപ തിരിച്ചടച്ച് ഇനിയും 6 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടരാണ്. അവർ 6 ലക്ഷം രൂപ ഇനിയും നിങ്ങളുടെ ബാങ്കിന്, കോഓപ്പറേറ്റീവ് ബാങ്കിന് പണ്ടാരം അടക്കിക്കോളും. പക്ഷെ അവർക്ക് അവരുടെ വീട്ടിൽ ഒന്ന് അന്തി ഉറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ലോണിന്റെ കുടിശ്ശിക ഏറ്റെടുക്കണ്ട, അതിന് പറ്റില്ല എന്നറിയാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അടക്കം പല നിധികളും ഇവിടെ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ സാധാരണക്കാരായ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ആ നിധിയൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ 1 രൂപ പോലും നിങ്ങൾ അതിൽ നിന്ന് എടുത്ത് ചെലവഴിക്കേണ്ട ആവശ്യമില്ല, ഒരു സഹായവും ചെയ്യണ്ട. ഇവര് 6 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് എന്തായാലും 8.25 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ടല്ലോ. ഇനി ബാക്കി പലിശ എന്ന് പറയുന്ന 6 ലക്ഷം രൂപ അടയ്ക്കാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുത്താൽ മതി. അത് കുറേശ്ശെ അവർ അടച്ചോളും. അതിനെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആ അപേക്ഷാ ഫോം ഒന്ന് തുറന്നു നോക്കി ഒന്ന് പരിഗണിക്കണം, അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കണം. Different angles. Don't forget to subscribe and support this channel.